പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 6-ാം അധ്യായം 44 മുതൽ 51 വരെയുള്ള തിരുവചനങ്ങൾ. എന്നെ അയച്ച പിതാവ് ആകർഷിച്ചല്ലാതെ ഒരുവനും എൻ്റെ അടുക്കിലേക്ക് വരാൻ സാധിക്കുകയില്ല. അന്ത്യദിനത്തിൽ അവനെ ഞാൻ ഉയർപ്പിക്കും. അവരെല്ലാവരും ദൈവത്താൽ പഠിപ്പിക്കപ്പെട്ടവരാകും എന്ന് പ്രവാചക ഗ്രന്ഥത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നു. പിതാവിൽ നിന്നും ശ്രവിക്കുകയും പഠിക്കുകയും ചെയ്തവരെല്ലാം എൻ്റെ അടുക്കൽ വരുന്നു. ആരെങ്കിലും പിതാവിനെ കണ്ടിട്ട് ഉണ്ട് എന്നല്ല ഇതിനർത്ഥം. ദൈവത്തിൽ നിന്നും ഉള്ളവൻ മാത്രമേ പിതാവിനെ കണ്ടിട്ടുള്ളൂ. സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. ഞാൻ ജീവന്റെ അപ്പമാണ്. നിങ്ങളുടെ പിതാക്കന്മാർ മരുഭൂമിയിൽ വച്ച് മഞ്ഞ ഭക്ഷിച്ചു, എങ്കിലും അവർ മരിച്ചു. ഇതാകട്ടെ മനുഷ്യൻ ഭക്ഷിക്കുന്നതിന് വേണ്ടി സ്വർഗത്തിൽ നിന്നിറങ്ങിയ അപ്പമാണ്. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല. സ്വർഗത്തിൽ നിന്നിറങ്ങിയ ജീവനുള്ള അപ്പം ഞാനാണ്. ആരെങ്കിലും ഈ അപ്പത്തിൽ നിന്നും ഭക്ഷിച്ചാൽ അവൻ എന്നേക്കും ജീവിക്കും. ലോകത്തിന്റെ ജീവന് വേണ്ടി ഞാൻ നൽകുന്ന അപ്പം എൻ്റെ ശരീരമാണ്. ഈ വചനഭാഗത്തിലൂടെ യേശു നമ്മളെ ഓരോരുത്തരെയും വീണ്ടും ഓർമ്മപ്പെടുത്തുന്നത്, യേശുവാകുന്ന ജീവന്റെ അപ്പം, യേശുവിൻ്റെ ശരീരമാണ് നമ്മൾ ഓരോ ദിവസവും ദിവ്യബലിയിൽ പങ്കുകൊള്ളുമ്പോൾ സ്വീകരിക്കുന്നത്. യേശുവിൻ്റെ ശരീരം നമ്മൾ ഭക്ഷിച്ചു കഴിയുമ്പോൾ യേശു നമ്മളിൽ അലിഞ്ഞു ചേരുന്നു, യേശു നമ്മളിലായിത്തീരുന്നു. അങ്ങനെയാകുമ്പോൾ യേശു നമ്മളിൽ ജീവിക്കുന്നു. യേശുവിനെ നമ്മൾക്ക് നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുവാനായിട്ട് അനുവദിക്കാം. നമ്മുടെ കൈകളും കാലുകളും യേശുവിൻ്റെതായിട്ട് മാറുന്നു. നമ്മുടെ ചിന്തകളും വാക്കുകളും പ്രവർത്തനങ്ങളൊക്കെയും യേശുവിൻ്റെതായിട്ട് മാറുമ്പോൾ അവിടുന്ന് നമ്മളിൽ സംപ്രീതനാകുന്നു. ദൈവചിന്തയോടുകൂടി ജീവിക്കാം. സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന ജീവനുള്ള അപ്പം യേശുവാകുന്നു. അതുകൊണ്ട് ജീവനുള്ള അപ്പം നമ്മൾ ഭക്ഷിക്കുകയും ചെയ്യുമ്പോൾ സ്വർഗം സന്തോഷിക്കും. ദിവ്യബലിയിൽ നമ്മൾക്ക് പങ്കുകൊള്ളാം. ആദരവോടെ നമ്മൾക്ക് പങ്കുകൊള്ളാം. അങ്ങനെ യേശുവിനെ സ്വീകരിക്കുകയും ചെയ്യാം.